നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിലേക്ക് യാത്രക്കാരുടെ ഒഴുക്കാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. എക്സ്പോ അവസാന നാളുകളിലെത്തിയതോടുകൂടി യാത്രക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇളവുകൾ അനുവദിച്ചതും പ്രവാസികൾക്ക് വളരെ വേഗം യുഎഇയിലെത്താൻ വഴിയൊരുക്കുകയായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു മുന്നറിയിപ്പ് യുഎഇ അധികൃതർ നൽകുകയാണ്. യുഎഇയിൽ 6 മാസത്തിലധികം വിദേശത്താണെങ്കിൽ ഗോൾഡൻ വിസ റദ്ദാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. തൊഴിൽ താമസ വിസകൾക്കുള്ള നിബന്ധന ഇത് ബാധകമാണ്. എന്നാൽ ചില മേഖലകളിലുള്ളവർക്കും വിവിധ സാഹചര്യങ്ങൾ പരിഗണിച്ചും ഇതിൽ ഇളവ് അനുവദിക്കുന്നതായിരിക്കും. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതരാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യത്ത് 2019 മെയ് മുതലാണ് വിവിധ മേഖലകളിൽ നൈപുണ്യം നേടിയവർക്ക് ഗോൾഡൻ വിസ അനുവദിച്ചു തുടങ്ങിയത്. 5 മുതൽ 10 വർഷം കാലാവധിയാണ് ഗോൾഡൻ വിസയ്ക്കുള്ളത്. തദ്ദേശീയ സ്പോൺസറെ കൂടാതെ വിസ പുതുക്കാനും സാധിക്കുകയും ചെയ്യും. പ്രധാനമായും ചികിത്സയ്ക്ക് വിദേശത്ത് പോയ താമസക്കാർക്കാണ് ഇളവ് ലഭിക്കുക. കാലാവധിയുള്ള വിസ ഉണ്ടാകുകയും ആരോഗ്യ മന്ത്രാലയം, ഹെൽത്ത് അതോറിറ്റി, പോലീസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു കാര്യാലയം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തുകയും വേണം. ഇതുകൂടാതെ സ്വദേശികളുടെ വിദേശികളായ ഭാര്യമാർ, ഉപരിപഠനവുമായി ബന്ധപ്പെട്ട വിദേശത്ത് പോയ ഗാർഹിക തൊഴിലാളികൾ, ചികിത്സയ്ക്ക് വിദേശത്തുള്ള സ്വദേശികളുടെ കൂടെയുള്ള ഗാർഹിക ജോലിക്കാർ, യുഎഇയിലുള്ള നയതന്ത്ര ജീവനക്കാർ, അവരുടെ ഗാർഹിക ജോലിക്കാർ എന്നിവർക്കും ഇളവ് ലഭിക്കും. പഠന ഗവേഷണ പരിശീലനങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കും വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വാണിജ്യ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയാണ്. ഇത് പ്രവാസികൾക്ക് ഇരട്ടി ആശ്വാസം നൽകുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ആഴ്ചയിൽ 1190 വിമാനങ്ങൾ സർവീസ് നടത്തും. ദുബായിലേക്ക് ആഴ്ചയിൽ 44ഉം അബുദാബിയിലേക്ക് 42 വിമാനങ്ങളും പുറപ്പെടുന്നതാണ്. ഈ മാസം 27 മുതലാണ് സർവീസുകൾ സാധാരണ നിലയിലേക്ക് മാറുക. ഒക്ടോബർ 29 വരെയുള്ള വേനൽക്കാല സമയപട്ടികയാണ് സിയാൽ പുറത്തിറക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് ലോകത്തെ വിവിധ നഗരങ്ങളിലേക്ക് 16 അന്താരാഷ്ട്ര വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നതാണ്. എമിറേറ്റ്സ്, എത്തിഹാദ് എയർവേസ്, ഫ്ലൈ ദുബായ്, ഒമാൻ എയർ, സൗദി, ഗൾഫ് എയർ, കുവൈറ്റ് എയർവേസ്, ഖത്തർ എയർവേസ്, എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, എയർ ഏഷ്യ, ബെർഹാത്ത്, സിംഗപ്പൂർ എയർലൈൻസ്, ശ്രീലങ്കൻ എയർലൈൻസ്, തായ് എയർ ഏഷ്യ എന്നീ എയർലൈനുകളാണ് സർവീസ് നടത്തുക. 4 ഇന്ത്യൻ കമ്പനികളും രാജ്യാന്തര സർവീസുകൾ നടത്തുന്നുണ്ട്. ഇൻഡിഗോ ആണ് രാജ്യാന്തര സർവീസുകളിൽ മുന്നിൽ. ആഴ്ചയിൽ 42 സർവീസുകളാണ് ഇൻഡിഗോ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ രാജ്യത്തെ 13 നഗരങ്ങളെ ബന്ധിപ്പിച്ച് 668 ആഭ്യന്തര വിമാന സർവീസുകളും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ ഡൽഹിയിലേക്ക് 63, മുംബൈയിലേക്ക് 55, ഹൈദരാബാദിലേക്ക് 39, ചെന്നൈയിലേക്ക് 49, ബംഗളൂരുവിലേക്ക് 79, കൊൽക്കത്തയിലേക്ക് 7 സർവീസുകൾ ഉണ്ടാകും. പൂനെ, തിരുവനന്തപുരം, മൈസൂർ, കണ്ണൂർ, ഹുബ്ലി, അഗതി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്ക് പ്രതിദിന സർവീസും ഉണ്ടാകുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.